അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് EJB ആർക്കിടെക്ചറാണ്. അപ്പോൾ എന്താ EJB എന്ന് പറഞ്ഞാൽ, എൻ്റർപ്രൈസ് ജാവ ബീൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെസിഫിക്കേഷനാണ് അല്ലേ. അതായത് ബിസിനസ് ആപ്ലിക്കേഷൻസ്, കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ജാവയുടെ സൺ മൈക്രോ സിസ്റ്റംസിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ് EJB എന്ന് പറയുന്നത്. ദെൻ EJB ആർക്കിടെക്ചറിനുള്ളിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നാണ് ഇനി നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ EJB സെർവർ, അതായത് ആപ്ലിക്കേഷൻ സെർവർ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ EJBs സെർവർ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ EJBs എവിടെയാണ് ഉണ്ടാവുക? ഒരു കണ്ടെയ്നറിനുള്ളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടെയ്നറാണ് ഈ EJBസിനെ ഹോസ്റ്റ് ചെയ്യുന്നതും അതിനുള്ളിലാണ് EJBs വർക്ക് ചെയ്യുന്നത്. അപ്പം EJBs ഒരിക്കലും വെബ് സെർവറിൽ റൺ ആവില്ല. അതിന് കണ്ടെയ്നർ, EJB കണ്ടെയ്നർ തന്നെ വേണം. ദെൻ ഈ EJB കണ്ടെയ്നറിനെ ഹോസ്റ്റ് ചെയ്യുന്നത് EJB സെർവറാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെർവറാണ്. അപ്പോൾ EJBs പഠിച്ചപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജിൻ്റെ കൂടെ നമ്മൾ ഒരെണ്ണം പഠിച്ചായിരുന്നു. എന്താണ്? ഇറ്റ് റിക്വയർസ് ആപ്ലിക്കേഷൻ സെർവർ അല്ലേ. അതായത് EJBസിന് ആപ്ലിക്കേഷൻ സെർവർ വേണം വർക്ക് ചെയ്യണമെങ്കിൽ, സെർവർ സൈഡിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ സെർവർ വേണം. അതായത് ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ EJBസിനെ നമ്മൾ ഇടുന്ന കണ്ടെയ്നറിനെ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പോണൻ്റാണ് EJB സെർവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഈസ് EJB കണ്ടെയ്നർ. അത് താഴെ എഴുതിയിരിക്കുന്നത് EJB കണ്ടെയ്നർ. എന്താണ് EJB കണ്ടെയ്നർ? The EJB specification defines a container as an environment in which one or more EJB components execute. എന്താണ് EJB components എന്ന് പറഞ്ഞാൽ? നമ്മുടെ ക്ലാസ്സസ് അല്ലെ, നമ്മുടെ ബിസിനസ് സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ നമ്മുടെ കോഡിനെയാണ് നമ്മൾ EJBs എന്ന് പറയുക. EJB കമ്പോണൻസ് ക്ലാസ്സസ് അല്ലേ. ഈ EJB കമ്പോണൻസ് ഒന്നോ അതിലധികമോ EJB കമ്പോണൻസ് കാണും ഒരു ആപ്ലിക്കേഷൻ ആകുമ്പോൾ. അപ്പോൾ ഒന്നാണെങ്കിലും കൂടുതലാണെങ്കിലും എത്ര EJB കമ്പോണൻസ് ഉണ്ടോ ആ EJB കമ്പോണൻസിനെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? EJB കണ്ടെയ്നറിനുള്ളിലാണ്. ഓക്കെ. അപ്പോൾ EJB കണ്ടെയ്നറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമ്മുടെ EJBസിന് റൺ ടൈം എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് EJB കണ്ടെയ്നറിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ കൂടെ തന്നെ സിസ്റ്റം ലെവൽ സർവീസസും ഈ EJBസിന് പ്രൊവൈഡ് ചെയ്യുന്നത് EJB കണ്ടെയ്നറാണ്. എന്താണ് സിസ്റ്റം ലെവൽ സർവീസസ് എന്ന് പറയുമ്പോൾ? സെക്യൂരിറ്റി, ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള മിനിമം റിക്വയർമെൻറ്റ്സ്, ഒരു ബിസിനസ് ആപ്ലിക്കേഷന് വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സ്, അത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ സർവീസസൊക്കെ ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് EJB കണ്ടെയ്നറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ EJB കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ EJB, നമ്മുടെ ജാവ ബീൻസ്, എൻ്റർപ്രൈസ് ജാവ ബീൻസ്, EJB കമ്പോണൻസ്, ഒന്നോ അതിലധികമോ EJB കമ്പോണൻസ് ഉള്ളത് നമ്മുടെ കണ്ടെയ്നറിനുള്ളിലാണ്. അതിൻ്റെ ഉള്ളിലാണ് EJB കമ്പോണൻസ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഈ EJBക്ക് വേണ്ട സിസ്റ്റം ലെവൽ സർവീസസ്, കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ലെവൽ സർവീസസ് ലൈക്ക് ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് EJB കണ്ടെയ്നർ ആയിരിക്കും.